വിഷു എന്നാൽ അത് പടക്കം പൊട്ടിക്കലും കൈനീട്ടവും മാത്രമല്ല, അതൊരു കാർഷിക ആഘോഷവും ആചരണവും കൂടിയാണ്. ഈ വിഷു ദിവസം കുറേ പ്രത്യേകതകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർഷിക വർഷത്തിന്റെ തുടക്കമാണ്. ഒരു കൃഷി ഇറക്കാനുള്ള തുടക്കം, അതിന്റെ ആരംഭം ഇന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ പൂജിച്ച് ഒരു പുതിയ കാർഷിക വർഷത്തിലേക്ക് കടക്കും. പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അത്ര പരിചയം ഉണ്ടാവില്ല ഈ ആചാരങ്ങൾ, എങ്കിലും ഇത് കൃത്യമായി പാലിക്കുന്നവർ മലപ്പുറത്തുണ്ട്. അപ്പം നമ്മളെ അനുമോദ് കൊണ്ടുപോകുന്നത് അതുപോലെ ആ ഒരു ചിട്ടയോടെ ഇപ്പോഴും ആ കാർഷിക സംസ്കാരം അതുപോലെ കൊണ്ട് നടക്കുന്ന ഒരു ഇടത്തേക്കാണ്. അനുമോദിനൊപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. കാർഷിക സംസ്കൃതിയുടെ ഉത്സവമാണ് വിഷു. പുതിയ തലമുറയ്ക്ക് വിഷു എന്നാൽ ഒരുപക്ഷെ കൈനീട്ടം വാങ്ങലും പടക്കം പൊട്ടിക്കലും മാത്രമായിരിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു കാർഷിക സംസ്കൃതി അടയാളപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് വിഷു. വിഷുവിൻ്റെ ദിവസം ഒട്ടനവധി ചടങ്ങുകളുണ്ടായിരുന്നു. ഇന്നും ചിലയിടങ്ങളിലൊക്കെ അത് ചിട്ട തെറ്റാതെ, മുറ തെറ്റാതെ പാലിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാമാണ് വിഷു ദിവസത്തെ പ്രധാന ചടങ്ങുകളെന്ന്. വിഷു എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അന്ന് ഭൂമി പൂജയാണ് പ്രധാനമുള്ളത്. കൈക്കോട്ട് വെച്ചിട്ട് അത് അണിഞ്ഞിട്ട് അതുപോലെ കൊന്നപ്പൂക്ക് വെച്ചിട്ട് ആ ഭൂമി ദേവിക്കുള്ള പൂജയാണ്. അപ്പോൾ കന്നുകൾ കൊണ്ടുപോയി ആ കൃഷിക്കാരൻ പണിയെടുക്കുന്ന ആൾ വന്നിട്ട് ചാലിടും. ഒരു 3 പ്രാവശ്യം ചാലിട്ട് പിന്നെ അടുത്ത മഴ പെയ്യുമ്പോൾ വിത്തിടും. ആ വിത്ത് മുഴുവൻ മുളയ്ക്കുകയും ചെയ്യും. അതാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ആണ്. ഈ കൈക്കോട്ടിനാണ് പ്രധാനം വിഷുവിന്. അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ട് അതുപോലെ കൊന്നപ്പൊക്കെ വെച്ചിട്ട് പിന്നെ അരി വറുത്തത്, അട, അപ്പം, അവലൊക്കെ ഉണ്ടാക്കി പൂജിക്കും. ചില വീടുകളിലൊക്കെ മത്തൻ, കുമ്പളങ്ങ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചിടും. മഴ പെയ്തിട്ടാണ് വിത്തിടുക. ആ സമയമാണെങ്കിൽ മഴ പെയ്യും. വയൽ പൂട്ടിയിട്ട് വലിയ വലിയ കട്ട ഉണ്ടാവും. ഈ കട്ട അടിച്ചു പൊട്ടിക്കുക ചെയ്യുക പണിക്കാരത്തികൾ. മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ടാണ് നിലെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഞാറ് മുഴുവൻ മുളയ്ക്കും. ഇപ്പോഴും മേടത്തിലൊരു പക്ഷി ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. വിത്തും കൈക്കോട്ടും കേട്ടിട്ടുണ്ടോ ഇയാൾ? ഇപ്പം അത് ഇവിടെ ഇല്ല. കാലത്തിനനുസരിച്ച് എല്ലാം മാറുകയാണ്. വിഷു ഗൃഹാതുരത്വം നുളുമ്പുന്ന ഒരു ഓർമ്മ മാത്രമാവുകയാണ്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ വിഷുവിനെ അടയാളപ്പെടുത്തുന്ന ചടങ്ങുകൾ അതേപടി പാലിച്ചു പോരുന്ന പലരുമുണ്ട്. അവരാണ് നാളേക്ക് വിഷുവിനെ കരുതി വയ്ക്കുന്നത്, നാളത്തെ തലമുറയിലേക്ക് വിഷുവിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.